നടൻ അല്ലു അർജുൻ റിമാൻഡിൽ. പുഷ്പ 2 ആദ്യ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ച സംഭവത്തിലാണ് നടനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 14 ദിവസത്തേക്കാണിപ്പോൾ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. തെലങ്കാന നമ്പള്ളി മജിസ്ട്രേറ്റിന് മുമ്പാകെയാണ് പോലീസ് അല്ലു അർജുനെ ഹാജരാക്കിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷമായിരുന്നു നടനെ മജിസ്ട്രേറ്റിന് മുമ്പിലെത്തിച്ചത്. അതേസമയം റിമാൻഡിലായ അല്ലു അർജുനെ ജയിലിലേക്ക് അയക്കുന്നത് തെലങ്കാന ഹൈക്കോടതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ടാണ് യുവതി മരിച്ചത്. എന്തായാലും മനഃപൂർവ്വമുള്ള നരഹത്യ ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് അല്ലു അർജുനെതിരെ പോലീസ് കേസെടുത്തത്. BNS സെക്ഷൻ 105, 118(1) എന്നിവയാണ് FIRൽ പരാമർശിക്കുന്ന പ്രധാന വകുപ്പുകൾ. അല്ലു അർജുന് പുറമെ അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘം, തിയേറ്റർ മാനേജ്മെന്റ് എന്നിവർക്കെതിരെയും ഇതേ വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. ഈ കേസിൽ അല്ലു അർജുൻ എന്തിന് അറസ്റ്റിലായി എന്നത് സ്വാഭാവികമായും ഉയർന്നു വന്ന ചോദ്യമാണ്. അതിനുള്ള ആദ്യ കാരണമായി പറയുന്നത് നടൻ തിയേറ്ററിലെത്തുന്ന വിവരം പോലീസിനെ മുൻകൂട്ടി അറിയിച്ചില്ല എന്നാണ്. സംഭവത്തിൽ യുവതിയുടെ കുടുംബം പരാതി നൽകിയതോടെയാണ് അല്ലു അർജുനെതിരെ നടപടിയെടുക്കാൻ നിർബന്ധിതരായത്. ഇതേ കേസിൽ നേരത്തെ സന്ധ്യ തിയേറ്ററിലെ 2 ജീവനക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ 105, 118 വകുപ്പുകളാണ് താരത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണിത്. ഡിസംബർ 2-ന് തിയേറ്ററിലെത്തുമെന്ന് പോലീസിനെ അറിയിച്ചതായി അല്ലു അർജുന്റെ അഭിഭാഷകൻ വാദിക്കുന്നുണ്ട്. മതിയായ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു. പോലീസ് പറയുന്നത് വാസ്തവ വിരുദ്ധമാണെന്ന് അഭിഭാഷകർ പറഞ്ഞു. എന്തായാലും ഈ ഒരു സംഭവം തെന്നിന്ത്യൻ സിനിമാ വ്യവസായത്തെ തന്നെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു അറസ്റ്റിനെതിരെ വൻ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ച താരത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ജാമ്യ ഹർജിയിൽ ഇപ്പോൾ വാദം നടക്കുകയാണ്. കനത്ത സുരക്ഷയിലായിരുന്നു താരത്തിന്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയത്. ഗാന്ധി ആശുപത്രിയിലായിരുന്നു വൈദ്യപരിശോധന. അതിനുശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത്. മരിച്ച സ്ത്രീയുടെ ഭർത്താവ് ചിക്കപ്പുള്ളി പോലീസ് സ്റ്റേഷനിൽ ഈ മാസം 5-നാണ് പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് 8-ന് തിയേറ്റർ ഉടമയെ അറസ്റ്റ് ചെയ്തിരുന്നു. FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബുധനാഴ്ച അല്ലു അർജുൻ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വിഷയം കോടതിയുടെ പരിഗണനയിലിരിക്കെ ഇന്ന് അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനോട് അല്ലു കയർക്കുകയും ചെയ്തിരുന്നു. ജൂബിലി ഹിൽസിലെ വസതിയിൽ വെച്ചായിരുന്നു അറസ്റ്റ്. കേസ് ഇന്നു തന്നെ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. പുഷ്പ 2 റിലീസിനോടനുബന്ധിച്ച് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലായിരുന്നു തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീ മരിച്ചത്. പ്രീമിയർ ഷോയ്ക്കെത്തിയ അല്ലു അർജുനെ കാണാൻ വലിയ ഉന്തും തള്ളുമുണ്ടായി. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശി. ഇതിനിടയിൽപ്പെട്ടാണ് സ്ത്രീ മരിച്ചത്. ഒരു കുട്ടിയടക്കം 2 പേർ കുഴഞ്ഞു വീണു. ഇവരെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ അനുശോചനം പ്രകടിപ്പിച്ച അല്ലു മരിച്ച സ്ത്രീയുടെ കുടുംബത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് 25 ലക്ഷം സഹായമായി നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു.